അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ജയിൽ ജീവിതം നാം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഗോവിന്ദച്ചാമിയൊക്കെ ജയിൽ ചാടിയത്. അതുകൊണ്ടാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ആക്ഷൻ കമ്മിറ്റിയും സുൽത്താനുലുമയും ഒക്കെ അധ്വാനിക്കുന്നത്. ഇത്ര സൗകര്യമുണ്ടെങ്കിലും ആ ജയിലിൽ നിന്ന് മോചനം അതായിരിക്കും ഏതൊരാളുടെയും ആഗ്രഹം. എന്നാൽ ഒരിക്കലും ജയിൽ ചാടാൻ പറ്റാത്ത ജയിലറ, തടവറ, അതിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ ജയിൽ ഏതാണെന്നറിയുമോ? നമ്മുടെ പലരും, പല ഉറ്റവരും ഉടയവരും ആ ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു, അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ. ഖബർ ജീവിതം അതൊരു തടവറയാണ്, ജയിലറയാണ്. അവിടുന്ന് ഗോവിന്ദച്ചാമി ചാടിയതുപോലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ണുവെട്ടിച്ച് ചാടാനൊന്നും പറ്റില്ല. ആ ജയിലിൽ നിന്നും നമ്മുടെ ബന്ധുക്കളെ മോചിപ്പിക്കുവാനുള്ള ശ്രമം നാം നടത്തുന്നുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അൽ മയ്യിത്തു ഫിൽ ഖബരി കൽ ഗരീഖി ഫിൽ മായി. വെള്ളത്തിൽ മുങ്ങിയവനെ പോലെയാണ് മയ്യിത്ത് ഖബറിൽ കിടക്കുന്നത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങിയ ആൾ നീന്തം വശമില്ലെങ്കിൽ എന്തൊരു പ്രയാസമായിരിക്കും. സെയിം കേസാണ്. അതേപോലെ ജയിലിൽ കിടക്കുന്നവൻ, അവൻ്റെ അവസ്ഥ എന്താണ്? എങ്ങനെയെങ്കിലും അവിടുന്ന് മോചനം ലഭിക്കണമെന്നതാണല്ലോ. ഇമ്മ ഹുഫ്രത്തു മിൻ ഹുഫ്രി നീറാൻ, നരകത്തിൻ്റെ കുണ്ടിലാണ് പലരും വസിക്കുന്നത് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത്. അപ്പോൾ അവിടുന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള മാർഗം നാം തുടർന്നുകൊണ്ടേയിരിക്കണം. ആ മാർഗമാണ് നമ്മുടെ പ്രാർത്ഥനകൾ, മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഹദിയകൾ, സദക്കകൾ, അവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം, അതൊക്കെ നാം നിരന്തരം നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾ ജയിലിലും മറ്റും അകപ്പെട്ടാൽ അവിടുന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രത പുലർത്തുന്ന നമ്മൾ, നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കളും മറ്റും ഖബറിൽ, ജയിലറയിലാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുന്നില്ല. അവർ നാം വിസ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടെ അവരുടെ മോചനത്തിനു വേണ്ടി നിത്യവും നാം പ്രാർത്ഥിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ആത്മാവിൻ്റെ മോചനത്തിനു വേണ്ടി ഹദിയ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നാം ശീലിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധുപത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.